ശ്രീഹരേ നമ. ശ്രീ ജഗദംബികായൈ നമോ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇപ്പൊ ഗംഗയുടെ ഉൽപ്പത്തിയാണ് വർണ്ണിക്കുന്നത് നമ്മള്. 11ാമത്തെ അധ്യായത്തില് ഗംഗയുടെ ഉൽപ്പത്തി വർണ്ണിക്കുന്നു. ആ മഹാദേവിയുടെയും ആ പൊന്നുണ്ണിക്കണ്ണന്റെയും അനുഗ്രഹം കൊണ്ട് നമ്മള് 11ാമത്തെ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താ പറയണെന്ന് നമുക്ക് നോക്കാം. എന്താ പറയണേന്ന്. ഭൂമിദേവിയുടെ അതിമനോഹരമായ ആഖ്യാനം അങ്ങയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഇനി ഗംഗാദേവിയുടെ ഉത്ഭവം കൂടി പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. പണ്ട് പറയാൻ തുടങ്ങി. പറഞ്ഞു തരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ പറയാൻ തുടങ്ങും. പണ്ട് സൂര്യവംശത്തിൽ സഗരൻ എന്നു പേരായ വിശ്രുതനായ ഒരു രാജാവുണ്ടായിരുന്നു. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ മുൻഗാമികളും എന്ന് വേണ്ട പറയാൻ. അദ്ദേഹത്തിന്റെ പത്നിമാരായിരുന്നു ശൈബ്യയും വൈദർഭിയും. സഗര രാജാവിന് ശൈബ്യയിൽ അസമഞ്ജസൻ എന്നൊരു പുത്രൻ ജനിച്ചു. ഇത് കണ്ട് വൈദർഭിയും പുത്രാർത്ഥയായി മഹാദേവനെ ആരാധിച്ച് വരം നേടി. ശിവന്റെ പ്രസാദത്താൽ അവളും ഗർഭിണിയായി 100 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിച്ചതൊരു മാംസപിണ്ഡത്തെ ആയിപ്പോയി. ഇത് കണ്ട് വൈദർഭി ശിവനെ വിളിച്ചുറക്കെ കരഞ്ഞു. ശിവൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന ആ മാംസപിണ്ഡത്തെ 60,000 കഷണങ്ങളാക്കി മുറിച്ചിട്ടു. ആ കഷ്ണങ്ങൾ ഓരോന്നും തേജസ്സുള്ള കുമാരന്മാരായി മാറി. അവരെല്ലാവരും കപിലമുനിയുടെ ശാപത്താൽ ഭസ്മമാവുകയും ചെയ്തു. ഇതറിഞ്ഞ് സഗര രാജാവ് ദുഃഖാർത്ഥനായി കാട്ടിലേക്ക് പോയി. എന്താ വേണ്ട, സങ്കടം വന്നിട്ട്. സഗരപുത്രനായ അസമഞ്ജസൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായി 1,00,000 വർഷം തപസ് ചെയ്ത് കാര്യം നേടാനാവാതെ മരിക്കുകയും ചെയ്തു. പിന്നീട് അസമഞ്ജസന്റെ പുത്രനായ അംശുമാനും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ 1,00,000 വർഷം തപസ് ചെയ്യുകയും ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കാതെ കാലഗതി പ്രാപിക്കുകയും ചെയ്തു. പിന്നീടെന്താ, അംശുമാന്റെ പുത്രനും വിഷ്ണുഭക്തനും ഭാഗവതോത്തമനുമായ ഭഗീരഥൻ 1,00,000 വർഷം തപസ് ചെയ്തു. എല്ലാരും ഇങ്ങനെ ലക്ഷോവിലക്ഷമാണ് തപസ് ചെയ്യുന്നത് കേട്ടോ. ഭഗീരഥന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് മഞ്ഞപ്പട്ട് ഉടയാട ചാർത്തി രത്നഭൂഷണങ്ങൾ ധരിച്ച് സ്വേച്ഛാമയനും പരിപൂർണതമനും ഓടി സൂര്യപ്രഭയോട് മന്ദസ്മിതം ചൊരിയുന്ന വേണുഗോപാല സ്വരൂപനും ഭക്താനുഗ്രഹകാതരനുമായ ദ്വിഭുജനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. വെറും 2 കൈ മാത്രം. 2 കൈയോട് 4 കൈയൊന്നുമില്ല. ഭഗവാൻ അതിമനോഹരമായ വേണുഗോപാലമൂർത്തിയായിട്ടാണ് അദ്ദേഹത്തിന് മുമ്പിൽ വന്നത്. ആ സുന്ദര രൂപം കണ്ടപ്പോഴോ വിസ്മയം, വല്ലാതെ അത്ഭുതാധീനനായി പോയി ഭഗീരഥൻ. എന്നിട്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ച് ദിവ്യസ്തവങ്ങളെ ഒരുപാട് മനോഹരങ്ങളായ കീർത്തനങ്ങൾ കൊണ്ട് സ്തുതിച്ചു. തന്റെ കുലത്തെ പവിത്രീകരിക്കാൻ വേണ്ടി താൻ ആഗ്രഹിച്ച വരം അദ്ദേഹം നേടിയെടുത്തു. ഭാരതിയുടെ ശാപത്താൽ നദിയായി തീർന്ന ഗംഗയോട് ഭഗവാൻ ഭാരതത്തിലേക്ക് വന്ന് സകലപുത്രന്മാരെ പരിശുദ്ധമാക്കാൻ കൽപ്പിച്ചു. ദേവി, അവിടുത്തെ സ്പർശിച്ചു വരുന്ന കാറ്റേറ്റവൻ നിർമ്മലനായി വിഷ്ണുപദം പ്രാപിക്കും. അവർ എന്റെ പാർഷദന്മാരായി തീരും. ഗംഗാനദിയിലെ കാറ്റേറ്റാൽ തന്നെ സർവ പാപങ്ങളും നശിക്കും. അതിലൊന്ന് സ്നാനം ചെയ്യുവാൻ സാധിക്കുവാൻ മഹാസുഹൃതി തന്നെ. നമ്മുടെയൊക്കെ ഭാഗ്യം ഒരു പ്രാവശ്യത്തിലെ ഗംഗാനദിയിൽ ഒരുപാട് തണുപ്പുണ്ടെങ്കിലും പനി പിടിച്ചിട്ടുണ്ടെങ്കിലും കൂടിയും ഒന്ന് അതിൽ സ്നാനം ചെയ്യാൻ സാധിപ്പിച്ചു തന്നില്ല എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ. അത് മഹാഭാഗ്യം. സങ്കല്പ സ്നാനത്തിൽ പുണ്യം 10 ഇരട്ടിയാണ്. സംക്രാന്തി ദിവസങ്ങളിലാണെങ്കിൽ 10 ഇരട്ടിയും, ചാതുർമാസ്യകാലത്തിലും പൗർണമിയിലും ഗംഗയിൽ സ്നാനം ചെയ്താൽ ക്ഷയിക്കാതെ പുണ്യം ലഭിക്കും. അക്ഷയനവമിക്കും ഭീഷ്മാഷ്ടമിയിലും ശുക്ലസപ്തമിയിലും അശോകാഷ്ടമിയിലും സ്നാനം ചെയ്യാൻ സാധിച്ചാൽ വളരെയേറെ പുണ്യമാണ് കിട്ടുക കേട്ടോ. ഗംഗാ സ്നാനത്തിന്റെ പുണ്യം വർണ്ണിക്കാൻ ആർക്കും സാധ്യമല്ല. മഹാഭാഗ്യമുണ്ടെങ്കിലേ ഗംഗാ സ്നാനം സാധ്യമാകൂ. ഇപ്രകാരം ഭഗീരഥന്റെ മുമ്പിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഗംഗയോട് പറഞ്ഞപ്പോൾ ദേവി ഭഗവാനെ നമസ്കരിച്ച് ഇപ്രകാരം പറഞ്ഞു: ഭാരതിയുടെ ശാപത്താലും അങ്ങയുടെ ആജ്ഞ അനുസരിച്ചും ഭഗീരഥന്റെ തപസ്സുകൊണ്ടും ഞാൻ ഭാരതത്തിലേക്ക് പോകാം. എന്നാൽ എന്നിൽ സ്നാനം ചെയ്യുന്നവരുടെ പാപം എന്നിലേക്ക് വരുന്നതിനെ ഞാൻ എങ്ങനെയാണ് അതിവർത്തിക്കേണ്ടത് ഭഗവാനെ? ഞാൻ എത്ര കാലം ഇപ്രകാരം നദിയായി ഒഴുകണം?
ശാപമോക്ഷം കിട്ടി ഞാൻ എപ്പോഴാണ് അങ്ങയുടെ സവിധം അണയുക? സർവജ്ഞനായ അങ്ങ് ഇതിനൊരു ഉപായം പറഞ്ഞു തന്നാലും ഭഗവാനേന്ന് ഗംഗാദേവി പാവം ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിന്റെ അഭിഷ്ടങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട് ഗംഗേ. ലവണസമുദ്രം നിന്റെ ഭർത്താവായി തീരും. അവൻ എന്റെ അംശാവതാരം തന്നെയാണ് കേട്ടോ. നീയാണെങ്കിലോ ലക്ഷ്മി സ്വരൂപിണിയുമാണ്. നിങ്ങൾ തമ്മിലുള്ള സംഗമം വളരെ സുഖകരമായിരിക്കും. ഭാരതത്തിൽ അനവധി നദികൾ ഉണ്ടെങ്കിലും ലവണസമുദ്രത്തിന് നിന്റെ സംഗമമായിരിക്കും ഏറ്റവും സുഖതമായത്. ഉപ്പു സമുദ്രം. ഇന്ന് തൊട്ട് 5000 വർഷം കലിയുഗമാണ്. ഇക്കാലം അത്രയും നീ ഇവിടെ തന്നെ വസിച്ച് ലവണസമുദ്രത്തോട് സംഗമം ചെയ്ത് തൃപ്തിയായി വാഴുക. ഭഗീരഥനാൽ സ്തുതിക്കപ്പെട്ട സ്തോത്രം കൊണ്ട് നിന്നെ ഭക്തന്മാർ സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്യൂട്ടോ. കണ്വശാഖയിൽ പറഞ്ഞ മാതിരി നിന്നെ ധ്യാനം ചെയ്താൽ അശ്വമേധയാഗം ചെയ്ത പുണ്യം കിട്ടും. ഗംഗ എന്ന സ്മരണം ഒന്ന് മനസ്സിൽ ഗംഗ എന്ന് വിചാരിച്ചാൽ മതി. കണ്ണടച്ച് ഗംഗാദേവിനൊന്ന് സ്മരിച്ചാ മതി. പാപങ്ങളെല്ലാം നശിക്കുന്ന പറയുന്നത്. അനവധി പാപികൾ സ്നാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാപം ഒരു ദേവീഭക്തൻ സ്നാനം ചെയ്യുമ്പോൾ നശിച്ചു പോകൂത്രേ. ഗംഗ പരിപാവനമാകുകയും ചെയ്യുന്ന പറയപ്പെടുന്നു. പാപികളായ മനുഷ്യരുടെ ശവം തൊടുമ്പോഴുണ്ടാകുന്ന പാപവും ദേവീ മന്ത്രോപാസകന്മാർ സ്നാനം ചെയ്യുമ്പോൾ അകന്നു പോകും. പോരെ, പിന്നെന്ത് വേണം? ശുഭേ, സരസ്വതി തുടങ്ങിയ ശുഭേന്ന് വിളിച്ചു ഭഗവാൻ പറയുകയാണ്. സരസ്വതി തുടങ്ങിയ നദികളോടുകൂടി അവിടെ തന്നെ പാപികളുടെ പാപത്തെ നശിപ്പിച്ചുകൊണ്ട് ശാപമോക്ഷം ഉണ്ടാകുന്നതുവരെ വാഴുക. എവിടെ ദേവിയെ കീർത്തിച്ചു വാഴുന്നുവോ ആ സ്ഥലം തീർത്ഥം തന്നെയാണ്. എന്റെ സ്മരണയോടെ നിന്നിൽ പ്രാണത്യാഗം ചെയ്യുന്നവൻ എന്റെ പദം പ്രാപിക്കും. അവർ അനവധി പ്രാകൃത പ്രളയങ്ങൾ കാണും. അവർ സാരൂപ്യമുക്തിയും സാലോക്യമുക്തിയും സാമീപ്യമുക്തിയും സാഷ്ഠ്യമുക്തിയും നേടും. അവൻ ഗോലോകത്തെത്തി എന്നോട് സദൃശനായി വസിക്കും. അവരുടെ ബന്ധുക്കളും, അദ്ദേഹം മാത്രല്ല, അദ്ദേഹത്തിന്റെ ബന്ധുക്കളും കൂടി എന്റെ പദം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്രകാരം ഗംഗയോട് പറഞ്ഞതിന് ശേഷം ഭഗവാൻ ഭഗീരഥനോട് പറയുകയാണ്, നീ ഗംഗയെ കീർത്തിച്ചോളൂ. അത് കേട്ട് ഭഗീരഥൻ ഗംഗയെ സ്തുതിഗീതങ്ങൾ കൊണ്ട് വാട്ടി 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 സ്തുതിച്ചു. ഗംഗാദേവിയും ഭഗീരഥനും ഭഗവാനെ പ്രണമിച്ചു. ഭഗവാൻ അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഭഗവാൻ അത്ര ഏൽപ്പിച്ചു പറഞ്ഞു കൊടുക്കണം കാര്യങ്ങൾ. പിന്നെ അവിടെ അധികം അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്വഭാവം ഇല്ലല്ലോ ഭഗവാന്. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ അങ്ങ് അന്തർധാനം ചെയ്യുകയും ചെയ്തു. നാരദൻ ചോദിക്കുകയാണ്, ഇനി ഈ ഗംഗയുടെ ധ്യാന സ്തോത്രങ്ങളും പൂജാക്രമങ്ങളും പറഞ്ഞു തരുമോ ഭഗവാനെ ചോദിച്ചു. അപ്പൊ നാരായണ ഋഷി പറയുകയാണ്, നിത്യവും സ്നാനം ചെയ്ത നിത്യകർമ്മങ്ങൾക്ക് ശേഷം വെള്ള വസ്ത്രം ധരിച്ച് വിഘ്നേശ്വരൻ, അഗ്നി, സൂര്യൻ, ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാർ, 3 പേരും ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെയും അഗ്നിയെയും വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെയും തുടങ്ങി 6 പേരെ സ്മരിച്ച് പൂജിച്ചാൽ പൂജാധികാരിയായി തീരൂട്ടോ. വിഘ്നം തീർക്കാൻ വിഘ്നേശ്വരനെയും, ആരോഗ്യത്തിന് സൂര്യഭഗവാനെയും, ശുദ്ധി ലഭിക്കാൻ അഗ്നിദേവനെയും, ശ്രീ ഉണ്ടാകാൻ വിഷ്ണുവിനെയും, നന്മ ലഭിക്കുവാൻ ശിവനെയും, സിദ്ധി ലഭിക്കുവാൻ ആരെയാണ്? സിദ്ധി ലഭിക്കുവാൻ ശിവയെയും സ്മരിക്കണം. അല്ലെങ്കിൽ വിപരീത ഫലമാവട്ടുണ്ടാവുക. ഇനി ഗംഗാ ധ്യാനത്തിനെ പറ്റി ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നു. അങ്ങനെ 11ാമത്തെ അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു നമ്മൾ. ഇനി 12ാമത്തെ അധ്യായത്തിൽ എന്താ പറയണെന്നോ, ഗോലോകത്ത് ഗംഗയുടെ ഉത്ഭവം ഉണ്ടായ കഥയാണ് പറയുന്നത്. കണ്വശാഖോക്തമായ ഈ ധ്യാനം പാപത്തെ മുഴുവൻ നശിപ്പിക്കും. വെളുത്ത താമരയുടെ നിറമുള്ള ജാഹ്നവി പാപനാശിനിയാണ്. വെള്ളയാണ് ഗംഗാനദി. ഇവൾ കൃഷ്ണനിൽ നിന്നുണ്ടായതാണ്. കൃഷ്ണോപമയും ചെമ്പട്ട് വസ്ത്രം ഉടുത്തവളും രത്നാഭരണം ചാർത്തിയവളും യൗവനയുക്തയും അതിസുന്ദരിയുമാണ്. ആ ദേവിയെ നമസ്കരിക്കാം. അവൾ ഭക്താഭിഷ്ടപ്രദയും വരദായിനിയുമാണ് കേട്ടോ. ദേവന്മാർ എന്നും അർഘ്യം നൽകി പൂജിക്കുന്ന ദേവിയെ തൊഴാം. ധൂപദീപങ്ങൾ, നൈവേദ്യം, താമ്പൂലം തുടങ്ങി 16 ഉപചാരങ്ങൾ നൽകി പൂജിക്കണം. പിന്നീട് എന്താ വേണ്ടത്?
ഭക്തിപൂർവ്വം സ്തുതിക്കുകയും വേണം. അങ്ങനെ പൂജിക്കുന്നവന് അശ്വമേധയാഗം ചെയ്ത ഫലം സിദ്ധിക്കുക തന്നെ ചെയ്യും. നാരദൻ ചോദിക്കുകയാണ്, ശ്രീവിഷ്ണുവിന്റെ വിഷ്ണുപതി സ്തോത്രം കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറയാണ്, നാരായണ മഹർഷി, പാപങ്ങളെല്ലാം നശിപ്പിക്കുന്ന ആ സ്തോത്രം കേട്ടാലും ഞാൻ പറഞ്ഞു തരാം. ശിവന്റെ ഗാനാലാപത്തിൽ മുഗ്ധയും കൃഷ്ണന്റെ അംഗത്തിൽ നിന്ന് ഉത്ഭവിച്ചവളും രാധാംഗദ്രവ സംയുക്തയുമായ ആ ഗംഗയെ തൊഴാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഗോലോകത്തിലെ രാസമണ്ഡലത്തിൽ ആര് ഭൂജാതയായോ ആരാണ് ശിവസന്നിധിയിൽ വിരാജിക്കുന്നത് ആ ഗംഗയെ തൊഴാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഗോലോകത്തിലെ രാസമണ്ഡലത്തിൽ ആര് ഭൂജാതയായോ ആരാണ് ശിവസന്നിധിയിൽ വിരാജിക്കുന്നത് ആ ഗംഗയെ തൊഴാം. കാർത്തിക മാസത്തിലെ പൗർണമിയിൽ ഗോപഗോപിമാരാൽ സമൃദ്ധമായ രാസമണ്ഡലത്തിൽ ജനിച്ച ഗംഗയെ തൊഴാം. കോടിയോജന വിസ്താരവും 60 ലക്ഷം ദൈർഘ്യവുമുള്ള വൈകുണ്ഠത്തിൽ വാഴുന്ന ഗംഗയെ തൊഴാം. 30 ലക്ഷം യോജന വിസ്തൃതിയും അതിന്റെ 4 ഇരട്ടി നീളവുമുള്ള ബ്രഹ്മലോകത്തിൽ വാഴുന്ന ഗംഗയെ തൊഴാം. നമസ്കരിക്കാം. 30 ലക്ഷം യോജന വിസ്തൃതിയും അതിന്റെ 4 ഇരട്ടി നീളവുമുള്ള ശിവലോകത്ത് വാഴുന്ന ഗംഗയെ തൊഴാം. 1,00,000 യോജന വിസ്താരവും അതിന്റെ 7 ഇരട്ടി നീളവുമുള്ള ധ്രുവലോകത്തിൽ വാഴുന്ന ഗംഗയെ തൊഴാം. 1,00,000 യോജന വിസ്താരവും അതിന്റെ 5 മടങ്ങ് നീളവുമുള്ള ചന്ദ്രലോകത്തിൽ വാഴുന്ന ഗംഗയെ തൊഴാം. 1,00,000 യോജന വിസ്താരവും അതിന്റെ 5 ഇരട്ടി നീളവുമുള്ള തപോലോകത്തിൽ വാഴുന്ന ഗംഗയെ നമസ്കരിക്കുന്നു. 1000 യോജന വിസ്താരവും അതിന്റെ 10 ഇരട്ടി നീളവുമുള്ള ജനലോകം ചുറ്റി വാഴുന്ന ഗംഗയെ പ്രണമിക്കാം. 10 ലക്ഷം യോജന വിസ്തൃതിയും അതിന്റെ 5 ഇരട്ടി നീളവുമുള്ള മഹർലോകം ചുറ്റിക്കിടക്കുന്ന ഗംഗയെ പ്രണമിക്കുന്നു. 1000 യോജന വിസ്താരവും അതിന്റെ 10 ഇരട്ടി നീളവുമുള്ള കൈലാസത്തെ ചുറ്റി വസിക്കുന്ന ഗംഗാദേവിയെ ഞാനിതാ നമസ്കരിക്കുന്നു. 10 യോജന വിസ്താരവും 100 യോജന നീളവുമായി പാതാളത്തെ ചുറ്റി വസിക്കുന്ന ഗംഗാദേവിയെ ഞാനിതാ നമസ്കരിക്കുന്നു. ഒരു വെളിപ്പാട് വിസ്താരവും ചിലയിടത്തെല്ലാം അതിൽ ചുരുങ്ങിയും അളകനന്ദിയായി ഭാരതത്തിൽ വാഴുന്ന ഗംഗാദേവി ഞാൻ നമസ്കരിക്കുന്നു. ഹൃദയുഗത്തിൽ നറുവാൽ നിറത്തോടും ത്രേതായുഗത്തിൽ ചന്ദ്രന്റെ നിറത്തോടും ദ്വാപരയുഗത്തിൽ ചന്ദനത്തിന്റെ നിറവുമുള്ള ഗംഗാദേവി ഞാൻ നമസ്കരിക്കുന്നു. ഗംഗയിൽ ഒരു തുള്ളി ജലം ദേഹത്ത് സ്പർശിച്ചാൽ അവന്റെ ബ്രഹ്മഹത്യ പാപമടക്കം എല്ലാ പാപവും നശിക്കും. ഹേ ബ്രഹ്മജ്ഞ, 21 പദ്യമുള്ള ഈ ഗംഗാ സ്തോത്രം പാപഹരവും പാവനവുമാണ്. നിത്യം ഈ സ്തോത്രം ജപിച്ച് ഗംഗാദേവിയെ പൂജിച്ചാൽ ഓരോ ദിവസവും അശ്വമേധയാഗം ചെയ്യുന്ന ഫലം ലഭിക്കും. സംശയമേ വേണ്ട കേട്ടോ. ആഗ്രഹിച്ചതെല്ലാം സഫലമായി തീരും. ഭഗീരഥൻ ഈ സ്തോത്രം കൊണ്ട് ഗംഗാദേവിയെ സ്തുതിക്കുകയും ഗംഗയെ സകരന്മാർ ഭസ്മമായ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആര്? ഭഗീരഥൻ. അതാണ് നമ്മള് എന്തൊരു ഭഗീരഥ പ്രയത്നമായിരുന്നപ്പാ എന്ന് പറയുന്നത്. ഗംഗാസ്പർശം ലഭിച്ച കാറ്റേറ്റ് സകരന്മാർ പരിശുദ്ധരായി വിഷ്ണുപദം പ്രാപിച്ചു. ഭഗീരഥനല്ല അനീതയായതുകൊണ്ട് ഭാഗീരഥി എന്ന പേരും ലഭിച്ചു ഗംഗാദേവിക്ക്. ഹേ നാരദ, മോക്ഷപ്രദമായ ഗംഗാഖ്യാനം ഞാൻ പറഞ്ഞു തന്നില്ലേ? നാരദ മഹർഷി വീണ്ടും ചോദിക്കാൻ തുടങ്ങി. നാരായണ മഹർഷി, ലോകത്തെ പാവനമാക്കുന്ന ഗംഗാദേവി എവിടെ നിന്നാണ് ഉണ്ടായത്? ഏത് ലോകത്തിൽ ഏത് മട്ടിലാണ് ആ ദേവിയുടെ ആവിർഭാവം? ഹേ നാരദ മഹർഷി, രാധാമഹോത്സവത്തിൽ കാർത്തിക മാസത്തെ പൗർണമിയിൽ രാസമണ്ഡലത്തിൽ വെച്ച് കൃഷ്ണൻ ആദ്യം പൂജിച്ചു. ആരെ? ഗംഗാദേവി. പിന്നീട് ബ്രഹ്മരുദ്രന്മാരും ശൗനകാല ഋഷീശ്വരന്മാരും പൂജിച്ചു. ആ സമയത്തുണ്ടല്ലോ സരസ്വതി ദേവി വീണ മീട്ടിക്കൊണ്ടിരുന്നു സന്തോഷം കൊണ്ട്. അത് കേട്ട് സന്തുഷ്ടനായ ബ്രഹ്മാവ് ദേവിക്ക് രത്നഹാരം സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. ശിവൻ എന്ത് ചെയ്തു എന്നോ? വിശേഷപ്പെട്ട രത്നം കൊടുത്തു. അപ്പൊ ഭഗവാൻ മഹാവിഷ്ണു എന്ത് ചെയ്തു? മനോഹരമായ മാല സരസ്വതി ദേവിക്ക് സമ്മാനിച്ചു. അമൂല്യ രത്നങ്ങളെ കൊണ്ടുണ്ടാക്കിയ രത്നഹാരം രാധികാദേവി വാണിദേവിക്ക് നൽകി. മഹാലക്ഷ്മി രത്നകുണ്ടലങ്ങളാണ് സമ്മാനിച്ചത്. ഈശാനിയായ ദുർഗാദേവി എന്ത് ചെയ്തു? എന്ത് കൊടുത്തു? ബ്രഹ്മഭക്തിയെയും കൊടുത്തു. ധർമ്മൻ കീർത്തിയും കൊടുത്തു. ധർമ്മബുദ്ധിയും കൊടുത്തു. വന്യദേവൻ പട്ടാമ്പരവും വായു പാദസരവും സമ്മാനിച്ചു.
ബ്രഹ്മാവിനാൽ പ്രേരിതനായ ശിവൻ ശ്രീകൃഷ്ണ സംഗീതം ആലപിച്ചു. ആ സംഗീത മാധുരിയിൽ എല്ലാവരും മരപ്പാവകളെ പോലെ ആയിപ്പോയി, ചലനമറ്റവരായിപ്പോയി. സംഗീത മാധുരിയുടെ മാസ്മരീക ലഹരിയിൽ ആണ്ടുമുങ്ങിയ ദേവന്മാർ ഉണർന്നു നോക്കിയപ്പോൾ എന്താ കാണുന്നവിടെ? രാസമണ്ഡലം ജലം കൊണ്ട് പൂരിതമായി നിറഞ്ഞു കിടക്കുന്നു വെള്ളം. ഇപ്പൊ കൃഷ്ണനെയും രാധയും കണ്ടു, അത് കണ്ടതുമില്ല. എല്ലാവരും ഉറക്കെ കരയാൻ തുടങ്ങി. ഭഗവാൻ എന്ത് ചെയ്തു? രാധയോടൊപ്പം അലിഞ്ഞു ചേർന്ന് തീർത്ഥമായി എന്ന് ബ്രഹ്മാവ് ജ്ഞാനദൃഷ്ടിയിൽ മനസ്സിലാക്കി. ബ്രഹ്മാവ് മുതൽ എല്ലാവരും ഭഗവാനെ സ്തുതിച്ച സമയത്ത് ഒരു അശരീരി കേട്ടു. ഞാൻ സർവാത്മാവും ഈ രാധ ഭക്താനുഗ്രഹമൂർത്തിയായ ശക്തിയുമാണ് കേട്ടോ. ഹേ സുരന്മാരെ, നിങ്ങൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ശംഭു പ്രവർത്തിക്കട്ടെ. വേദാംഗമായ തന്ത്രശാസ്ത്രം ഭംഗിയായി രചിക്കട്ടെ. അതിന് ബ്രഹ്മദേവൻ പ്രേരിപ്പിക്കുകയും വേണം. സ്തോത്രങ്ങളോടും ധ്യാനത്തോടും പൂജാവിധിക്രമങ്ങളും മന്ത്രകവചവും കൂടി എന്റെ സ്തോത്രം രചിച്ച് വളരെ രഹസ്യമാക്കി വെക്കണം. ക്രമേണ എന്നിൽ ലോകർക്ക് വിമുഖത ഉണ്ടാവും. 100,000-ങ്ങളിൽ ഒരാൾ എന്റെ മന്ത്രോപാസകന്മാരായിത്തീരും. എന്റെ മന്ത്രത്താൽ അവൻ പരിശുദ്ധനാവും. അല്ലാത്തവർക്ക് ഗോലോകവാസികളാവാൻ കഴിയുകയില്ല. സർവബ്രഹ്മാണ്ടങ്ങളും നിഷ്ഫലമായി ഭവിക്കും. അത് സത്യവുമല്ല. അങ്ങ് ഓരോ കാലത്തും ജനങ്ങളെ 5 പ്രകാരത്തിൽ സൃഷ്ടിക്കണം. ചിലർ ഭൂമിയിലും ചിലർ സ്വർഗവാസികളും ആയിരിക്കണം. മഹാദേവൻ തന്ത്രശാസ്ത്രം രചിക്കാമെന്ന് ദേവന്മാരുടെ സദസ്സിൽ വെച്ച് ദൃഢപ്രതിജ്ഞ എടുക്കണം. എന്നാൽ നിങ്ങൾക്ക് എന്റെ മൂർത്തിരൂപം കാണാൻ സാധിക്കും. ഇത്രയും പറഞ്ഞ് ഭഗവാൻ വിരമിച്ചു. ഭഗവാന്റെ വാക്കുകൾ കേട്ട് ബ്രഹ്മദേവൻ ശങ്കരനോട് പറഞ്ഞു, ഭഗവാന്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുക. ആര് പറഞ്ഞത്? ബ്രഹ്മദേവൻ. ആരോട് പറഞ്ഞു? ശങ്കർ ശ്രീ മഹാദേവനോട് പറഞ്ഞു. ഇത് കേട്ട് ജ്ഞാനശ്രേഷ്ഠനായ മഹാദേവൻ ഗംഗാജലം എടുത്ത് പ്രതിജ്ഞ ചെയ്തു. വിഷ്ണു മന്ത്രങ്ങൾ അടങ്ങിയ തന്ത്രശാസ്ത്രം ഞാൻ രചിച്ചു കൊള്ളാമെന്ന്. ഗംഗാജലം എടുത്ത പ്രതിജ്ഞ ചെയ്താൽ നടപ്പിലാക്കിയേ മതിയാകൂ. അല്ലെങ്കിൽ കാലസൂത്രം എന്ന നരകത്തിൽ പതിക്കേണ്ടി വരും. ശിവന്റെ പ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ ശ്രീകൃഷ്ണനും രാധയും അവിടെ ആവിർഭവിച്ചു. എല്ലാവരും അവരെ സ്തുതിക്കാൻ തുടങ്ങി. എല്ലാവരും ഉത്സവാഘോഷ ലഹരിയിലായി. ശിവൻ മുക്തിപ്രകാശകമായ തന്ത്രശാസ്ത്രം രചിക്കുകയും ചെയ്തു. പ്രകാരം ഞാൻ സുദുർലഭവും ഗോപ്യവുമായ കഥ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയൊന്നും കിട്ടുന്നതല്ല ഈ കഥ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഗോലോകത്തിലെ നദിയായ ഗംഗ. രാധാകൃഷ്ണന്മാരുടെ അംഗത്തിൽ നിന്ന് ജനിച്ച അവൾ ഭുക്തിയും മുക്തിയും നൽകുന്ന ശ്രീകൃഷ്ണ സ്വരൂപിയായ അവൾ സർവബ്രഹ്മാണ്ടങ്ങളിലും പൂജിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗംഗോത്പത്തി എന്ന 12-ാം അധ്യായം ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.